ഗുഡ് മോർണിംഗ്. ഹൈബ്രിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ 10ാം ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ +1ലെയും ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പോർഷൻ. ഇത് കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. പല കുട്ടികൾക്കും ലേശം ടഫായിട്ടുള്ള ഒരു പോർഷൻ കൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ്സിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കെമിസ്ട്രിക്കകത്ത് വരുന്ന 2ാമത്തെ ചാപ്റ്ററിലെ ഒരു പോർഷനാണ് ഈ മോൾ കൺസെപ്റ്റ്. അത് എന്തുകൊണ്ട് പാടായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. +1ലും ഈ പോർഷൻ കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. 1ാമത്തെ ചാപ്റ്ററിലാണ് +1ലും ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പോർഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ അതിൻ്റെ ഒരു ബേസ് ഇടും. ആ ബേസിൽ നിന്നാണ് +1ലേക്ക് ഈ പോർഷൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ പ്രോബ്ലം എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് തരുന്നത്. കംപ്ലീറ്റ് നമ്മൾ തിയറി പോർഷൻ ഇതിലേക്ക് വരില്ല. പ്രോബ്ലമാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പ്രോബ്ലം ചെയ്യുന്നതിനുള്ള ആ ഒരു ഇക്വേഷനും അതിലെന്തെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മോൾ കൺസെപ്റ്റ് എന്താണ്? മോൾ എന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ മോൾ? മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഇലമെന്റ് ആയിക്കൊള്ളട്ടെ, കോമ്പൗണ്ട് ആയിക്കൊള്ളട്ടെ, ആ സബ്സ്റ്റൻസിനകത്തുള്ള കണ്ടന്റ്, എത്രത്തോളം കണ്ടന്റ് ഉണ്ട് എന്നുള്ളതിന്റെ മെഷർമെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2H2 എന്ന് പറഞ്ഞാൽ 2 വാട്ടർ മോളിക്യൂൾ എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 2 എന്ന് പറയുന്നതാണ് മോൾ. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി കാണും. 2H2 2 ഹൈഡ്രജൻ മോളിക്യൂൾ. ഇവിടുത്തെ മോൾ എന്ന് പറയുന്നത് 2 ആണ്. ഇതാണ് മോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി ഇത്രയേ ഉള്ളൂ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിനകത്തുള്ള വേറൊരു ടേം എന്ന് പറയുന്നതാണ് അവഗാഡ്രോ നമ്പർ. ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് അവഗാഡ്രോ നമ്പർ. ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതാണ് അവഗാഡ്രോ നമ്പർ. അപ്പൊ മോൾ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനകത്തുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ മെഷർമെന്റ് ആണ് മോൾ എന്ന് പറഞ്ഞാൽ, അതിന്റെ യൂണിറ്റ് ആണ് മോള്. അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.022 × 10⁻23 ആണ്. ഇത് ഫിക്സ്ഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, വാട്ടർ എന്ന് പറഞ്ഞാൽ 2 മോൾസ് ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എത്ര വരും? 2 × 6.022 × 10⁻23. ഇവിടെയും 2H2 ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എത്ര വരും? 2 × 6.022 × 10⁻23. 6NH3 6 അമോണിയ മോളിക്യൂൾ. നമ്പർ ഓഫ് മോൾസ് 6. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6 × 6.022 × 10⁻23. ഇത്രയുള്ള കൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് മോളും അതിനകത്തുള്ള അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ഈ മോൾ കൺസെപ്റ്റിലെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മോൾ കൺസെപ്റ്റിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രധാനമായിട്ടും 3 ഇക്വേഷൻസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 3 ഇക്വേഷൻസ്. അപ്പൊ ഇക്വേഷൻസ് പഠിപ്പിക്കുമ്പോൾ അതിൽ ആ ഇക്വേഷൻസിലെ ടേംസ് എങ്ങനെ വന്നു എന്നുള്ളതും അതിന്റെ കാര്യവും ജസ്റ്റ് ഒന്ന് പറയും. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ല, കാരണം നമ്മളിതിവിടെ പ്രോബ്ലം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. ഇതില് ഗിവൺ മാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ, അതായത് സൾഫ്യൂരിക് ആസിഡ് ആയിക്കൊള്ളട്ടെ, HCl ആയിക്കൊള്ളട്ടെ, വാട്ടർ ആയിക്കൊള്ളട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കൊള്ളട്ടെ, ഏതൊരു കോമ്പൗണ്ട് ആയാലും അതിന്റെ മാസ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നാൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GM. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്തൊരു ടേം വന്നു, GMM. എന്താണ് GMM? അത് നമുക്ക് നോക്കാം. GMM is equal to
gram molecular mass. ഗ്രാം മോളിക്കുലാർ മാസ്, ഇതാണ് GMM. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇവിടെ നമുക്കൊന്ന് പഠിക്കാം. ഇപ്പൊ H2O വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ്? അത് ഫിക്സഡ് ആണ്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട്. ഇപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജന്റെ അറ്റോമിക് മാസും ഓക്സിജന്റെ അറ്റോമിക് മാസും തമ്മിൽ കൂട്ടിയിട്ട് ടോട്ടലായിട്ട് നമുക്ക് വാട്ടറിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകൂടെ പറയാം. ഹൈഡ്രജൻ ഒരു അറ്റോമിക് മാസ് കാണും, ആ അറ്റോമിക് മാസും ഓക്സിജൻ ഒരു അറ്റോമിക് മാസ് ഉണ്ട്, ആ അറ്റോമിക് മാസും തമ്മിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ മാസ് കണ്ടുപിടിക്കാം. അത് ഗ്രാമിൽ പറയുമ്പോഴാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന എല്ലാം ഗ്രാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ്, അതാണ് ഗ്രാമിൽ പറയുന്നത്, ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 1 ആണ്, ഗ്രാമിൽ പറയുമ്പോൾ 1 ഗ്രാം. ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്, 16. അത് ഗ്രാമിൽ പറയും 16 ഗ്രാം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ നൈട്രജൻ, മെഗ്നീഷ്യം, ഇങ്ങനെ കുറച്ച് ക്ലോറിൻ, ഇങ്ങനെ കുറച്ച് എലമെന്റ്സിന്റെ ഒക്കെ മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കിട്ടി. നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 എന്ന് കിട്ടിയിട്ടുണ്ട്, 1. അതുപോലെ ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം ഉണ്ട്. അപ്പോൾ 1 × 2 പ്ലസ് ഓക്സിജൻ വരുമ്പോൾ അറ്റോമിക് മാസ് വരുന്നത് 16 ഇൻറ്റു ഓക്സിജൻ ഇവിടെ 1 ഉള്ളൂ, ഒരാറ്റേ ഉള്ളൂ, 16 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 16 ഈക്വൽ ടു 18 ഗ്രാം കിട്ടി. ഇപ്പോൾ വാട്ടറിന്റെ മാസ് 18 എന്ന് കിട്ടി. അപ്പൊ ഇതുപോലെ ഏത് കോമ്പൗണ്ട് തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അമോണിയ കണ്ടുപിടിക്കാൻ പറ്റും, സൾഫ്യൂരിക് ആസിഡ്, H2SO4, അതിന്റെ മോളിക്കുലർ ഫോർമുലയോടെ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഏത് കോമ്പൗണ്ട് ആണോ ആ കോമ്പൗണ്ടിന്റെ ഗ്രാം മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാസ് ആണ്, ഒരു കോമ്പൗണ്ടിന്റെ മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, ആറ്റം ആയിക്കോട്ടെ, ആറ്റമാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM എന്ന് വരും, ഗ്രാം അറ്റോമിക് മാസ് എന്ന് വരും. അപ്പൊ മിക്കപ്പോഴും നമുക്ക് കോമ്പൗണ്ട് ആയിരിക്കും തരിക. ഇപ്പൊ കോമ്പൗണ്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ കംപ്ലീറ്റ് ടൈം നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. രണ്ടാമത്തെ ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ NA. NA എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അവഗാഡ്രോ നമ്പർ. അത് ഫിക്സഡ് ആയിട്ട് നമുക്കറിയാം. അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 × 10⁻23. ഇതാണ് NA എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരും 5 മോളിക്യൂൾസ് വാട്ടർ കണ്ടന്റ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് 5 വാട്ടർ മോളിക്യൂൾ, അല്ലെങ്കിൽ 3.011 × 10⁻23 വാട്ടർ മോളിക്യൂൾ. അങ്ങനെയൊക്കെ മോളിക്യൂൾസ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ മോളിക്യൂൾസിന്റെ എണ്ണം എത്രയാണെന്ന് എഴുതുക, ന്യൂമറേറ്ററിൽ അത് എഴുതുക, ഡിവൈഡഡ് ബൈ 6.022 × 10⁻23. ഡയറക്റ്റ് ആയിട്ട് ഈക്വേഷനിൽ കൊടുത്താൽ മതി. ഇതിലെ 2 കൺസെപ്റ്റും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അറിയാം. NA എന്താണെന്ന് നമുക്ക് ആദ്യമേ അറിയാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് രണ്ടാമത്തെ ഇക്വേഷൻ വഴി കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഓളിയം ആണ് തരുന്നതെങ്കിൽ ഓളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇത് ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നടക്കൂ. STP, അതും ഗ്യാസസിന് മാത്രമേ പറ്റൂ, ഗ്യാസസ് ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ വരുമ്പോൾ ഓളിയം തന്നിരുന്നാൽ നമ്മൾ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഓളിയം തന്നിരുന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഓളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ചെയ്താൽ മതി. പക്ഷെ അതിനകത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, STP. വാട്ട് യു മീൻ ബൈ STP? STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതാണ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ.
കെൽവിൻ ആണ് നമ്മളെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. 273 കെൽവിൻ. പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atm. അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 atm. ഈ രണ്ട് കൺസെപ്റ്റ് അതായത് ടെമ്പറേച്ചർ പ്രഷർ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് STP എന്ന് പറയും. ഈ STPയിലാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് മോളാർ വോളിയം എന്നാണ്. എന്തെന്ന് പറയും? മോളാർ വോളിയം. അപ്പൊ അതാണ് മൂന്നാമത്തെ ഇക്വേഷന്റെ ഡീറ്റെയിൽസ്. വോളിയം തന്നിരുന്നാൽ 2-3 കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അത് STPയിലാണെന്ന് തന്നിരിക്കും. അത് ഒരു ഗ്യാസിന്റെ കേസ് ആയിരിക്കും. STP എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ. സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atm പ്രഷർ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിലും പ്രഷറിലും വോളിയം ഫിക്സഡ് ആണ്. 22.4 ലിറ്റർ ആണ്. അത് മോളാർ വോളിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഈ 22.4 ലിറ്ററിന് പകരം ഇതിനെ മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ 22,400 മില്ലി ലിറ്റർ എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യണം. മില്ലി ലിറ്ററിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ 500 മില്ലി ലിറ്റർ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണെന്ന് വിചാരിച്ചോളൂ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മോളാർ വോളിയം 22.4 ലിറ്ററിന് പകരം നേരെ മില്ലി ലിറ്ററോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ 22,400 മില്ലി ലിറ്റർ നമ്മൾ വരും. അപ്പൊ അങ്ങനെ നമ്മൾ അത് ചേഞ്ച് ചെയ്തോണം. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ഇക്വേഷനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ലിറ്ററിലാണെങ്കിൽ ഡയറക്റ്റ് 22.4 ലിറ്റർ കൊടുക്കാം. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇതിൽ നിന്നാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ നമുക്ക് മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ കൺസെപ്റ്റുകൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷൻ മാറ്റേണ്ടി വരും. ഈ 3 ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മോൾ കൺസെപ്റ്റിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം. കാരണം ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ NA. മൂന്നാമത്തെ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ അറ്റ് STP. STP എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ പ്രധാനം. അതിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, ബാക്കിയുള്ളൊന്നും കുഴപ്പമില്ല. ഈ ക്വസ്റ്റ്യൻസിൽ ചെറിയ ട്വിസ്റ്റ് ഒക്കെ വരുന്നതനുസരിച്ച് നമ്മൾ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ഇക്വേഷൻ ഉണ്ട്. ആ 3 ഇക്വേഷൻ അനുസരിച്ചുള്ള പ്രോബ്ലംസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്ക് ലേശം കൂടെ ടഫായിട്ടുള്ള പ്രോബ്ലമിൽ പോകാം. അതിൽ ആ പ്രോബ്ലംസിലേക്ക് പോകുമ്പോൾ 1-2 ഇക്വേഷൻ കൂടെ, ഒരു ഇക്വേഷനെങ്കിലും മിനിമം നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, വീഡിയോയുടെ അവസാനം വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡയറക്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് മനസ്സിലാകുന്നത് നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്കത് ഡയറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കുക, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 49 ഗ്രാം H2SO4. 49 ഗ്രാം, അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 49 ഗ്രാം H2SO4. H2SO4 ഓൾറെഡി ഒരു കോമ്പൗണ്ട് ആണ്, അപ്പോൾ അത് മോളിക്യൂൾ ആണ്. അപ്പോൾ 49 ഗ്രാം എന്നുണ്ട്. ഗിവൺ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണുടച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. കൊടുക്കുക. ഗിവൺ മാസ് 49 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 49 ഡിവൈഡഡ് ബൈ, അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, GMM കണ്ടുപിടിക്കണമെങ്കിൽ H2SO4ന്റെ GMM ആണ്. ഇപ്പൊ H2SO4 ഹൈഡ്രജൻ മാസ് 1 ആണ്. സൾഫറിന്റെ മാസ് 32 ആണ്. 32 ഇതെല്ലാം നമ്മൾ കാണാതെ പഠിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്സിജൻ വരുമ്പോൾ മാസ് 16. 1 × 2 പ്ലസ് 1 × 2 വരാൻ കാരണം ഹൈഡ്രജൻ ഇവിടെ 2 ഉണ്ട്. 1 × 2 പ്ലസ് സൾഫർ 32 ആണ്. 32 ഇൻറ്റു സൾഫർ 1 ഉള്ളൂ, ഒരു ആറ്റേ ഉള്ളൂ. 1 പ്ലസ് ഓക്സിജൻ വരുമ്പോൾ 16 ആണ്. 16 × 4, കാരണം ഓക്സിജൻ 4 ആറ്റംസ് ഉണ്ട്. 16 × 4, 2 പ്ലസ് 32 പ്ലസ് 64. ലാസ്റ്റ് ഫൈനൽ ആൻസർ 98 ഗ്രാം എന്ന് കിട്ടും. സൾഫ്യൂറിക് ആസിഡിന്റെ GMM നമുക്ക് കിട്ടി, 98 എന്ന് കിട്ടി. ഇത് നമുക്ക് സൾഫ്യൂറിക് ആസിഡിന്റെ 98 ഗ്രാം എന്ന് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ പ്രശ്നമൊന്നുമില്ല. തെറ്റാതിരിക്കണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 49 ഡിവൈഡഡ് ബൈ 98 എന്ന് കിട്ടും. 0.5 ഗ്രാം, സോറി 0.5 മോൾ. ഇത്ര കിട്ടും, 0.5 മോൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ആയിട്ട് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ
3.011 into 10⁻23 വാട്ടർ മോളിക്യൂൾസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മാസ് അല്ല, പകരം തന്നിരിക്കുന്നത് മോളിക്യൂൾസ് ആണ് തന്നിരിക്കുന്നത്. ഈ മോളിക്യൂൾസിന് പകരം പാർട്ടിക്കിൾസ് എന്ന് വരാം. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആകുമ്പോൾ അവിടെ മോളിക്യൂൾസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. മോളിക്യൂൾസിന് പകരം ഞാൻ പറഞ്ഞ പോലെ പാർട്ടിക്കിൾസ് എന്നും വരാം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കൊടുക്കുക, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, മോളിക്യൂൾസ് ആണ് തന്നിരിക്കുന്നത്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3.011 into 10⁻23 ഡിവൈഡഡ് ബൈ 6.022 into 10⁻23. എല്ലാം നമുക്ക് ഇതിൽ കട്ട് ചെയ്ത് കളയാം. ബാക്കി 0.5 മോൾ എന്ന് തന്നെ ഇവിടെയും കിട്ടും. 0.5. ഈ നിങ്ങൾ ഈ രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നന്നായിട്ട് ശ്രദ്ധിക്കണം. 10th കുട്ടികൾക്കൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റാറുണ്ട്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ന്യൂമറേറ്റർ വലിയ വാല്യൂം ഡിനോമിനേറ്റർ ചെറിയ വാല്യൂ എന്നാണ് വിചാരിക്കുക. അപ്പോൾ 98 ന്യൂമറേറ്റർ ആയിട്ടും 49 ഡിനോമിനേറ്റർ ആയിട്ടും കരുതി നമ്മൾ ഡിവിഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവും. ഓർക്കുക, ഇവിടെ വലിയ വാല്യൂ നമ്മൾ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. 0.5 എന്നാണ് ഉത്തരം വരിക. അതൊക്കെ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാത്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതാണ്. അപ്പോൾ രണ്ട് പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് കിട്ടി. നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് കിട്ടി. ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അറ്റ് STP. കണ്ടോ, STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആണ്. അപ്പൊ കണ്ടീഷൻ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ കൊടുക്കാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു given oleum divided by 22.4 ലിറ്റർ. അപ്പൊ ഈ 22.4 ലിറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം, ഇവിടെ ക്വസ്റ്റ്യൻ ലിറ്ററിലാണോ മില്ലി ലിറ്ററിലാണോ. അപ്പൊ ഇവിടെ ലിറ്റർ ആണ്, അപ്പൊ 22.4 ലിറ്റർ കൊടുത്താൽ. മില്ലി ലിറ്ററിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, വോളിയം കൊടുക്കാം. വോളിയം 112 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ ഡിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ 5 മോൾ എന്ന് കിട്ടും. 5 മോൾ. ഇത് ഡിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 112 ഡിവൈഡഡ് ബൈ 22.4 ചെയ്യുന്നതിന് മുമ്പ് മുകളിലും അതായത് നമ്മുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ പോയിന്റ് മാറി കിട്ടൂ. അപ്പോൾ 1120 ഡിവൈഡഡ് ബൈ 224 എന്ന് വരും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 എന്ന് കിട്ടുക. ഇപ്പോൾ ഡിവിഷനും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ ഈ പ്രോബ്ലം നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇത് മൂന്നും ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം കിട്ടുക. ഇതും 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം, ചിലപ്പോൾ 1 മാർക്കിനായിരിക്കാം. എത്രയായാലും ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഇക്വേഷനിൽ ആൻസർ കിട്ടും. ഇനി അടുത്ത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു ഇക്വേഷനിൽ കൊടുത്താൽ ഡയറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ 2 ഇക്വേഷനിലൊക്കെ മാറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു മോഡൽ കണക്കുകളാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ശരി, അടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ലേശം കൂടെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിൽ കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഠിച്ച ഇക്വേഷനേ ഉള്ളൂ, ആകെ 3 ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ 3 ഇക്വേഷൻ അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും പുറത്തുനിന്ന് വരില്ല. അതിൽ വെറൈറ്റി ആയിട്ട് വരുന്ന 1-2 പ്രോബ്ലംസ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഒരു ഇക്വേഷൻ കൂടെ പഠിപ്പിക്കുമ്പോൾ അതുകൂടെ അങ്ങ് കവറാവും. അപ്പോൾ നമ്മൾ പഠിച്ച 3 ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്പർ ഓഫ് മോൾസ് അല്ല കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ പഠിച്ച ഇക്വേഷൻ ബേസ് ചെയ്തേ പ്രോബ്ലം ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 67.2 ലിറ്റർ അമോണിയ ഗ്യാസ് അറ്റ് STP. അമോണിയ NH3 അമോണിയ ഗ്യാസ് അറ്റ് STP. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് അല്ല ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, മാസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ മാസ് വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ 3 ഇക്വേഷനിൽ ആദ്യത്തെ ഇക്വേഷനിൽ മാസ് വരുന്നുണ്ട് അല്ലേ. ആ ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസിന്റെ ഗിവൺ മാസിനെ ഞാൻ മാസ് എന്ന് എഴുതുകയാണെ, മാസ് ഡിവൈഡഡ് ബൈ GMM. അപ്പോൾ GMM എഴുതുമ്പോൾ GAM ആണോ എന്നൂടെ നോക്കിക്കൊണ്ട്, ഇവിടെ NH3 ആണ്. അപ്പോൾ അതൊരു മോളിക്യൂൾ ആണ്, കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് GMM തന്നെ എഴുതാം. അപ്പം ഇതിൽ നമുക്ക് മാസ് ഉണ്ട്. അപ്പോൾ മാസ് ഈ ഇക്വേഷനിൽ നമ്മൾ മാസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ മാസ് ഈക്വൽ ടു എന്നാക്കുമ്പോൾ ജി എം ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ജി എമ്മും നേരെ ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ ഇക്വേഷൻ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ജി എം എം. സോറി, മാസ് ഈസ് ഈക്വൽ ടു വരുമ്പോൾ ഇത് ഡിനോമിനേറ്ററിലുള്ള ന്യൂമറേറ്ററിലോട്ട് പോകും. മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ജി എം, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ജി എം എം എന്നായിട്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്പർ ഓഫ് മോൾസും ജി എം എമ്മും കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ ജി എം എം കണ്ടുപിടിക്കാൻ നമുക്ക് പാടൊന്നുമില്ല. NH3 ജി എം എം ഞാൻ നേരത്തെ പഠിപ്പിച്ച മെത്തേഡിൽ തന്നെ ജി എം എം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യൻ ഇല്ല. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ഹിന്റ് തന്നിരിക്കുന്നത്. ഓളിയം 67.2 ലിറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓളിയം തന്നിരിക്കുന്ന സ്ഥിതിക്ക് ഓളിയം ഉപയോഗിച്ച് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഒരു മൂന്നാമത് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എന്ന് പറഞ്ഞ്. പക്ഷെ അത് STP ആണോ നോക്കണം. STP ആണ്. അപ്പോൾ ഓക്കെ ആണ്. നമുക്ക് ആ ഇക്വേഷനിൽ കൊടുക്കാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇപ്പൊ ഗിവൺ വോളിയം നമുക്കിവിടെ ക്വസ്റ്റ്യനിലുണ്ട് 67.2 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇപ്പൊ ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സൈഡും 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 672 ഡിവൈഡഡ് ബൈ 224 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ആൻസർ 3 എന്ന് കിട്ടും. അപ്പോൾ 3 മോൾസ് ആൻസർ നമുക്ക് 3 മോൾസ് എന്ന് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മാസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഇക്വേഷൻ ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് 3 കിട്ടി. 3 ഇൻറ്റു ജി എം എം കാൽക്കുലേറ്റ് ചെയ്യാം. ജി എം എം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? NH3 ആണ്. NH3 ജി എം എം കാൽക്കുലേറ്റ് ചെയ്യാം. NH3 നൈട്രജന്റെ മാസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. നൈട്രജൻ്റെ 14 ആണ്, ഹൈഡ്രജൻ 1. അപ്പോൾ 14 ഇൻറ്റു 1 പ്ലസ് ഹൈഡ്രജൻ 1 ഇൻറ്റു 3 എന്ന് കിട്ടും. ഈക്വൽ ടു 17 ഗ്രാം. 17. അപ്പോൾ 17 ഇൻറ്റു 3 എന്നാണ് നമ്മുടെ ക്വസ്റ്റിൽ കിട്ടിയത്. 17 ഇൻറ്റു 3 ചെയ്യാം. 17 ഇൻറ്റു 3 51 ഗ്രാം. കാൽക്കുലേറ്റ് ദ മാസ് കിട്ടി 51 ഗ്രാം എന്ന്. ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. ലോജിക് ഉപയോഗിച്ച് ലേശം നമ്മൾ ട്വിസ്റ്റഡ് ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കണം. മാസാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. 3 ഇക്വേഷനിൽ ഏതിലാണ് മാസ് ഉള്ളതെന്ന് ചിന്തിച്ചെടുക്കുക. മാസ് കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ജി എം എം. അതിൽ നിന്ന് മാസിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ജി എം എം. നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ ഇല്ല, അൺനോൺ ഫാക്ടർ ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒരു ഹിന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കുമ്പോൾ വോളിയം തന്നിട്ടുണ്ട്. 67.2 ലിറ്റർ എന്ന വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി വോളിയത്തിന്റെ ഇക്വേഷൻ കൊടുക്കുക. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. STP ആണ്. അപ്പോൾ അത് പ്രശ്നമില്ല. STP എന്നിവിടെ നമ്മളിവിടെ നോട്ട് ചെയ്യുന്നു. STP ഇനി വോളിയം നമ്മളെ കൊടുത്തു. 67.2 ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. നമ്മൾ ഡിവിഷൻ ചെയ്തു. 3 മോൾസ് എന്ന് കിട്ടി. ഡയറക്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്ന ഇക്വേഷനിലേക്ക് തിരിച്ചു വരുന്നു. നമ്പർ ഓഫ് മോൾസിന്റെ സ്ഥാനത്ത് 3 കൊടുക്കുന്നു. GMM അമോണിയയുടെ GMM നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. NH3 17 എന്ന് കിട്ടി. അത് ഗ്രാമിൽ കൊടുത്തു. 17 ഇൻറ്റു 3 51 എന്ന് കിട്ടി. 51 ഗ്രാം ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. അതേ മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും ചെയ്യാം. ഇതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസും ആവാം, നമ്പർ ഓഫ് മോളിക്യൂൾസും ആവാം. അതിനുവേണ്ടി ഇവിടെ തന്നിരിക്കുന്നത് CaCO3 ആണ്, കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ അത് മോളിക്യൂളാണ്, കോമ്പൗണ്ടിലാണ് വരിക. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇല്ല അല്ലേ? പക്ഷേ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഇക്വേഷൻ, ആ ഇക്വേഷൻ എഴുതുന്നു. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ Na. അപ്പം ഇതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു ആകുമ്പോഴേ Na നമുക്ക് ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറും? നമ്പർ ഓഫ് മോളിക്യൂൾസ്
ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NA. NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23. ശരി, ഇവിടെയും നേരത്തെ നമ്മൾ ഫേസ് ചെയ്ത സെയിം ഇഷ്യൂ തന്നെയാണ്. നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ലെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാനായി നമുക്കിവിടെ ഒരു ചെറിയ ഹിന്റ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യൻ വോളിയം തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മാസ് ആണ്. മാസ് തന്നിരുന്നാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു given mass divided by GMM. given mass എത്രയാണ്? given mass എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. given mass ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട് 200 divided by GMM എത്രയാണ്? CaCO3 യുടെ GMM കണ്ടുപിടിക്കണം. CaCO3 കാൽസ്യം മാസ് 40 കാർബൺ 12 ആണ് മാസ്. അപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ കുറേ കോമ്പൗണ്ട് കിട്ടും. ഇതിൻ്റെ അത്രയും മാസ് പഠിച്ചു വെക്കാം. ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഓക്സിജൻ 16 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 40 പ്ലസ് കാർബണിൻ്റെ ഒരാറ്റേ ഉള്ളൂ. അപ്പോൾ 12 പ്ലസ് 16 × 3 വരും. ഓക്സിജൻ 16 × 3 വരുമ്പോൾ 48 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഗ്രാം എന്ന് കിട്ടും. 100 ഗ്രാം. അപ്പോൾ 100 ഗ്രാം ആണ്. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 100 GMM 100 എന്ന് കിട്ടി. 2 മോൾ ആൻസർ കിട്ടി. 2 മോൾ. ഇനി നമുക്ക് നമ്മൾ ഡെറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനകത്ത് നമ്പർ ഓഫ് മോൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. മോളിക്യൂൾ ഈസ് ഈക്വൽ ടു 2 × NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ നമുക്കറിയാം 6.022 × 10⁻23. ഓക്കെ, കിട്ടിക്കഴിഞ്ഞു. ആൻസർ കിട്ടി. നമ്മൾ 10th ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല. നമ്മൾ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. +1 നമുക്ക് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്. CBSE ആണെങ്കിൽ അല്ലാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. നമ്മുടെ സ്റ്റേറ്റ് സിലബസിനാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് വാല്യൂ കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലേശം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷനിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസിന് ഉപരി പുതിയ രീതിയിലുള്ള ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് സാധാരണ രീതിയിൽ 10th എക്സാമിന് കെമിസ്ട്രിയിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോളിക്യൂൾസിനോടൊപ്പം തന്നെ ആറ്റംസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ലോജിക്കലി നമുക്ക് കണ്ടുപിടിക്കാം, ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാവുമ്പോൾ നമുക്കൊരു ബേസ് ഉണ്ട്, നമുക്കതിൽ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള മെത്തേഡാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് പ്രസന്റ് ഇൻ 49 gram H2SO4. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ഇക്വേഷൻ ഇല്ല, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിവൺ മാസ് ഡിവൈഡ് ബൈ GMM എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. മാസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് 0.5 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NA അവഗാഡ്രോ നമ്പർ ആ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു. 0.5 × 6.022 × 10⁻23 എന്ന് നമുക്ക് കിട്ടി. ഇതേ മെത്തേഡ് പ്രോബ്ലം നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതേ പ്രോബ്ലം തന്നെയാണ് കിട്ടിയത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കിട്ടി. രണ്ടാമത്തെ സെക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കുക നമ്പർ ഓഫ് ആറ്റംസ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിക്കാം. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ് തന്നിട്ട് അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അറ്റോമിസിറ്റി ഇൻറ്റു NA. അപ്പോൾ പുതിയൊരു ടേം കൂടെ നമ്മുടെ ഇക്വേഷനകത്ത് വന്നു. നമ്പർ ഓഫ് മോൾസ് നമുക്ക് പരിചയമുള്ള കേസാണ്. നമ്പർ ഓഫ് അതുപോലെ തന്നെ അവഗാഡ്രോ നമ്പർ നമുക്കറിയാം. പക്ഷെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞ് പുതിയൊരു ടേമാണ്. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളൊരു കോമ്പൗണ്ട് തന്നിരുന്നാൽ അതിനകത്തുള്ള ടോട്ടൽ ആറ്റംസിന്റെ തുക ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് H2SO4 എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ 2 ആറ്റംസ് ഉണ്ട്, സൾഫർ 1 ഉള്ളൂ, ഓക്സിജൻ 4 ഉണ്ട്. അപ്പോൾ 2 + 1 + 4 7 അതാണ് ഇവിടുത്തെ അറ്റോമിസിറ്റി. എല്ലാ കോമ്പൗണ്ടിനും അങ്ങനെ ഒരു അറ്റോമിസിറ്റി എന്ന് പറയുന്ന കണ്ടന്റ് കൂടെ ഉണ്ട്. അറ്റോമിസിറ്റി കൂടെ കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ആറ്റംസ് ആയിട്ട് മാറും. കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NA ആണ്.
അപ്പൊ അതിന്റെ കൂടെ ഏത് ടേം കൂടെ വന്നു? അറ്റോമിസിറ്റി കൂടെ വന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഇൻറ്റു അറ്റോമിസിറ്റി ഇവിടെ 7 എന്ന് കിട്ടി. ഇൻറ്റു Na. ഇപ്പൊ എന്ത് വന്നു? 7 × 0.5 എന്ന് പറഞ്ഞാൽ 3.5 ഇൻറ്റു Na. Na എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് എഴുതിയിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്താൽ മതി. ഇതാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓളിയോ ആയിരിക്കും തന്നിരിക്കുക. എങ്കിൽ ഓളിയോ ഉപയോഗിച്ച് നമ്മൾ ആദ്യം അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എങ്ങനെയെങ്കിലും നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. അത് വോളിയം വെച്ചിട്ടായാലും പാർട്ടിക്കിൾസ് വെച്ചിട്ടായാലും അതുപോലെ തന്നെ മാസ് വെച്ചിട്ടായാലും നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ മോഡലും നമുക്ക് 10th ലെവലിലുള്ള എല്ലാ മോഡലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. +1 കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും ഈ മോഡൽ ക്വസ്റ്റ്യൻസും +1 വരുന്നതാണ്, എക്സാമിന് കണ്ടുവരാറുണ്ട്. ഇനി അതേപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ മോഡൽ പല രീതിയിൽ മാറ്റിമറിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു മോഡലാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മോഡൽ ആയാലും നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷൻസേ നമുക്കുള്ളൂ. ആ ഇക്വേഷൻ വെച്ച് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ രീതി കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച ഇക്വേഷനകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഇത് ഇവിടെ നോക്കൂ, 64 ഗ്രാം ഓക്സിജൻ ഗ്യാസ് എന്നിട്ട് കുറച്ച് ഇങ്ങനെ ആരോ മാർക്കൊക്കെ ഇട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പേടിക്കാതെ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസേ വരും. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യനേ വരും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് 1-2 തവണ ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ഇത് മനസ്സിലാക്കി എടുക്കേണ്ട രീതി ഇങ്ങനെയാണ്. 64 ഗ്രാം 64 ഗ്രാം ഓക്സിജൻ ഗ്യാസിൽ നിന്ന് ഉള്ള വോളിയം കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക, അതിൻ്റെ മോളിക്യൂൾസ് കണ്ടുപിടിക്കുക, അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ക്വസ്റ്റ്യൻ തരുന്നതിന് പകരം ഒരു ഫിഗർ രൂപത്തിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുക. 64 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. മാസിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, അതുപയോഗിച്ച് കണ്ടുപിടിക്കുക. മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസിന് ഇൻറ്റു Na ചെയ്താൽ മതി. അതുപോലെ വോളിയം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ 22.4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വോളിയം കിട്ടും. ഇനി ആറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു അറ്റോമിസിറ്റി കൂടെ ചെയ്താൽ മതി. അപ്പൊ അറ്റോമിസിറ്റി ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ O2 ആണ് കേട്ടോ, O അല്ല, O2 ആണ്. O2 ആകുമ്പോൾ 2 ഓക്സിജൻ ആറ്റംസ് ചേർന്നിട്ടാണ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുക. O2 മോളിക്യൂളിന് പകരമാണ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുക. അപ്പോൾ O2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ GMM എടുക്കുമ്പോഴായാലും 16 × 2 ചെയ്ത് വേണം GMM എടുക്കാൻ. അതുപോലെ തന്നെ അറ്റോമിസിറ്റി എടുക്കുമ്പോഴും നമ്മളിവിടെ 2 എടുക്കണം, അറ്റോമിസിറ്റി വാല്യൂ ആയിട്ട് 2 എടുക്കണം. ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ O2 ആണ്. ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഈ മോഡലാണ് നമുക്ക് ഇവിടെ 10ാം ക്ലാസ്സിൽ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്രോബ്ലമാറ്റിക് ആയിട്ട് വരിക. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. പല കുട്ടികൾക്കും വളരെ ടഫായിട്ട് അവർ വിചാരിക്കുന്ന ഒരു പോർഷനാണ്. പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ടായിരിക്കാം അവരങ്ങനെ വിചാരിക്കുക. പക്ഷേ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യുക. മോൾ കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോൾ കൺസെപ്റ്റിൻ്റെ ഇന്നത്തെ പോർഷൻ നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ 10th കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പോർഷൻസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. +1ൻ്റെയും +2ൻ്റെയും കണ്ടൻസും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതിന് വേണ്ടി ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇടുക. കമൻറ്റെല്ലാം നമ്മൾ റിപ്ലൈ തരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഷെയർ ചെയ്തുകൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.